ഇവിടെ ഇരിക്കണ മക്കളെടാ ഇങ്ങോട്ട് നോക്ക് എന്റെ കൈ നോക്ക് എടാ നീ എവിടെ നോക്കണം നീ കൈ നോക്കടാ ഇവിടെ ഭയങ്കര വേദന ഇവിടെ നിന്ന് തൊടാൻ വയ്യ എനിക്ക് കയ്യില്ല ഓ ഇവിടെ തന്നെ അങ്ങനെ ആക്കാടെ എന്തിരേ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാം മക്കളെ ഇതുപോലെ എണ്ണറ്റ് തടവി താടാ ഞാനാ നീ അല്ലേ അന്ന് തടവി തന്നത് തന്നെ എന്തിനു പിടിക്കടാ പിടിക്കണ നീ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിപ്പോ എന്നിട്ട് തടവിത്താ ഇതാടാ നിനക്ക് ഉറങ്ങച്ചനെ മാറി കിട്ടി ഞാൻ ഇപ്പൊ കുളിച്ചിട്ടൊക്കെ എന്നാടാ ഇനി കുളിക്കണോ അതച്ഛനെ അറിഞ്ഞൂടെ ഇല്ല ഇങ്ങനത്തെ ആയുർവേദ ചികിത്സ വിധികളൊക്കെ നടപ്പിലാക്കുമ്പോഴേ നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ഇരിക്കേ അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഓ അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നടാ അതൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ്യ് കുളിച്ചിട്ടല്ലേ ഇടാവൂന്ന് പറഞ്ഞു നീ പെട്ടെന്ന് മക്കളെ കുളിച്ചിട്ട് വാ കുറച്ച് സമയം എടുക്കും കുളിച്ച് പല്ല് വെച്ച് ചായ കുടിക്കണം എന്നാലേ ബാത്റൂമിൽ പോകാൻ പറ്റും അതാണ് കേട്ടോട്ടാ എന്തൊരു പറഞ്ഞാലും ഞാൻ തർക്കൂത്തര പറഞ്ഞു ഇത് തർക്കൂത്തരല്ല സത്യത്തില്ലേ പറഞ്ഞത് നീ പല്ലും തേച്ച് നിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നാ മതി അല്ല ഞാൻ എന്തിനു പറയാ നീ അച്ഛനെ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കൂല നീ പോയിട്ട് വാ ഓ എന്ത് പറയാ വന്നോ ലൂസായിക്കോ ലൂസാക്കിയ നീ എന്റെ കയ്യെ വലിച്ചൂരൂ അപ്പൊ ഞാൻ ചെയ്താണ് കുഴപ്പം അല്ല കൊണ്ടുപോയി ഇടിച്ചു കാട്ടണൊന്നും കുഴപ്പമില്ല ഇങ്ങനെ ശരീരം നോക്കാൻ നടന്നാലേ അടുത്തവണ തടവാനായിട്ട് ആള് കാണൂല തടവാൻ വന്നാ തടവിട്ട് പോണം ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട കേട്ടാ ഞാൻ പഠിപ്പിക്കണമെന്നില്ല എന്തിന് ഞാൻ പറയണം അറിയാത്ത ഉണ്ണി ചൊറിയും പറയും ഓ അറിയും എടാ നീ ഒരു ആശുപത്രി പോയി ചെക്ക് ചെയ്ത് നോക്ക് നിന്റെ പകുതി അസുഖം എനിക്ക് കാണൂല എനിക്കെന്തൊരു അസുഖമുണ്ട് എനിക്ക് വല്ല പനിയാ ചുമയാ വന്നാലായി മതിയല്ലേ എടാ നോക്ക് നിനക്ക് അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് അസുഖം വരില്ലെന്ന് എനിക്കറിയാം നീ കുഞ്ഞൊരു കുപ്പ എടുക്കൂലല്ലേ എടുക്കോ തുമ്മ തിന്നിട്ടാണ് വയറും മറ്റോളം നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമിയിൽ നിന്ന് കുഞ്ഞ് നീ ഒരു കുപ്പ പോലും എടുക്കോന്ന് എടുക്കൂല അച്ഛന്റെ കുഴപ്പമെന്ന് വെച്ചാ ഞാൻ ഇപ്പൊ തടവാൻ വന്നല്ലേ ഇപ്പൊ കുഴപ്പമായത് അച്ഛന്റെ കഴിഞ്ഞ ജന്മത്തിൽ ശത്രുവായിരുന്നാ ഞാൻ ഇടേ കഴിഞ്ഞ ജന്മം മാത്രമല്ല ഈ ജന്മവും എന്റെ ശത്രു നീ തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം കേട്ടല്ല ഇനി ഞാൻ വല്ല സംസാരിച്ചു പോയ വല്ല ദൈവത്തിനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാ നീ എന്നെ കണ്ണി കുത്താൻ വരുമ്പോൾ പറഞ്ഞതിന് ഇനി കണ്ണി കുത്താൻ വന്ന് എന്തുകൊണ്ട് എന്റെ പടലിൽ കയറി ചാടിക്കോളൂ എനിക്ക് ഉച്ചക്കർക്ക് അതിലാണെന്ന് തുടങ്ങി തടവാൻ വന്ന് എന്നെ പറഞ്ഞാൽ നീ ഇറങ്ങി പോടാ ഞാൻ പോവാ തടവാൻ വന്നാൽ എന്റെ നെഞ്ചറ്റത്ത് കയറായിരുന്നു തടവി കൊടുക്കാൻ വേണം ഇത്ര പറ്റണം ഇങ്ങനെ കൊല്ലം നാക്കിന് പറ്റുന്നില്ലല്ലോ ഓ അല്ലേ അമ്മാവൻ നാക്കിന് യോജിയായി കയ്യെ പിടിച്ച് ഉടിപ്പ് വലിപ്പ് ഒരു ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ കയ്യാണ് തടവണത് അച്ഛനാണ് പയ്യെ തടവി കൊടുക്കുക അങ്ങനെയല്ല എന്റെ ദേശാത്രി എന്റെ കയ്യിലാണ് നീക്കുന്നത് അത് ഇവൻ തടയും വേണ്ട ഒരു പുല്യം ചെയ്യണ്ട അവൻ ചേച്ചി ചേച്ചി അവിടെ രാമങ്ങളും അപ്പും കൂടെ ഭയങ്കര അടി എന്നിട്ടാ ഞാനിങ്ങനെ ഒളിഞ്ഞിരുന്ന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പേക്ക് രാമങ്ങൾ വാക്കോട്ടാക്കിക്കള് എണീറ്റ് പോയെന്ന് അവരെ വഴക്ക് അവരെ എന്നെ തീർത്തത് നന്നായി നമ്മൾ ഇതിൽ ഇടപെട്ടിട്ട് വെറുതെ പ്രശ്നമായേനെ നേരെ കാണുമ്പോ കീരിയും പാമ്പും ആണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട് അവർക്ക് ശരി അല്ല സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുണ്ടാവുള്ളൂ അതത്രേ ഉള്ളൂ അത് മാത്രമല്ല കുറച്ച് വഴക്കും പിണക്കും ഒക്കെ ഇവിടെ ഇടയിൽ ഉണ്ടെങ്കിലേ അത് നമുക്കും ഒരു സുഖമുള്ളൂ ഇത് കാണാനായിട്ടേ അല്ലെങ്കിൽ ഇവിടെ ഒരു ഒച്ചപ്പാടും ഇല്ല ബഹളവും ഇല്ല ആകെ ഇതായിട്ടിരിക്കും ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഫുൾ ഓണും ഫുൾ വൈബും അത്രേ ഉള്ളൂ നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രീൻ പീസ് കറി ഇവിടെ ഉണ്ടാക്കുന്നത് നല്ലതൊന്നും നിനക്ക് ഇഷ്ടപ്പെടൂലല്ലോ നല്ല മണം നിനക്ക് അതിന് വരും കടലിട്ട് എന്താണ് പ്രശ്നം ഗ്രീൻ പീസിന് എന്താണ് പ്രശ്നം എനിക്ക് ഇഷ്ടമല്ല നീ തിന്നണ്ടാ ഞാൻ തിന്നോളാം ആണേ ടേസ്റ്റോ കുഴപ്പമില്ലെന്നാ ഞാൻ എന്റെ ദേഹത്ത് കഴിച്ചോളാം വൃത്തിയില്ലാത്ത പോ
സ്ഥലം വിട് ഞാൻ പോണം